നമസ്കാരം. പുൽവാമയുടെ പേരിൽ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും 1000 ചോദ്യങ്ങൾ പുകയുന്നുണ്ട് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ. തീവ്രവാദികളോട് സന്ധിയില്ലാതെ രാഷ്ട്രീയം പറയാതെ രാജ്യം ഒരുമിക്കുമ്പോൾ ഇനിയൊരു പട്ടാളക്കാരൻ്റെയും ജീവൻ തുലാസിലാകാതിരിക്കാൻ ന്യൂസ് ആൻഡ് വ്യൂസ് ആ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. പുൽവാമയിലെ ചാവേർ ആക്രമണം ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരാജയം. ഉത്തരം കിട്ടാതിരിക്കുമ്പോഴും ചോദ്യങ്ങൾ കൂടുന്ന പുൽവാമയിലെ ആക്രമണം ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നും. ചർച്ചയിൽ ചേരുന്നത് മുതിർന്ന നയതന്ത്ര വിദഗ്ധൻ ശ്രീ MK ഭദ്രകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു, BJP നേതാവ് ശ്രീ സന്ദീപ് എന്നിവർ. ശ്രീ MK ഭദ്രകുമാർ, ഇന്ത്യ ഈ പുൽവാമയിലെ ആക്രമണത്തിൻ്റെ 2ാം ദിവസത്തിലും വലിയ രീതിയിൽ ലോകത്തിന് പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. തീവ്രവാദത്തെ അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ കിട്ടാനുള്ള എല്ലാ വഴികളിലേക്കും ഇറങ്ങുന്നുണ്ട്. സർവകക്ഷി യോഗത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണെന്ന സന്ദേശം ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞു. നയതന്ത്രപരമായ ഒരു ആക്രമണത്തിൻ്റെ വിജയപാതയിൽ, അതായത് ആയുധം ഉപയോഗിച്ചുള്ള മറുപടി കൊടുക്കുന്നതിന് മുൻപുള്ള കൃത്യമായ ഒരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് എന്ന മാധ്യമ ഭാഷ കൃത്യമാണോ? ആ രീതിയിൽ ആരെങ്കിലുമൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാനാകും? ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള ചുവടുവയ്പ്പുകൾ നയതന്ത്ര രംഗത്ത് അത് യുദ്ധത്തിലേക്കുള്ള ഒരു പാതയാണെന്ന് കരുതുന്നത് ശരിയല്ല. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം. നമ്മൾ ഇതുപോലത്തെ അനുഭവങ്ങൾ പണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഡൽഹിയിലുള്ള വിദേശ രാജ്യങ്ങളിലെ എംബസികളിൽ നിന്ന് പ്രതിനിധികളെ വിളിച്ച് അവർക്ക് എന്താ നടന്നതെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അവരെ ധരിപ്പിക്കുക, വസ്തുതകൾ ധരിപ്പിക്കുക. അപ്പോൾ അവർക്ക് കൂടുതലൊരു യാഥാർത്ഥ്യ ബോധമുണ്ടാകും നമ്മളുടെ നിലപാടിനെക്കുറിച്ച്. പിന്നെ രണ്ടാമത്, ഇത് കിട്ടിയിരിക്കുന്ന സൂചനകളിൽ നിന്നും എന്തെങ്കിലും നിഗമനം ഉണ്ടാകുകയാണെങ്കിൽ, അതായത് ഇത് ആരാണിത് ചെയ്തത്, ഏത് രീതിയിലാണ് ചെയ്തത്, എവിടെ നിന്നാണ് ചെയ്തത്, ബാഹ്യശക്തികൾക്ക് ഇതിൽ പങ്കുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അത് ഒരു ക്യാമ്പയിനിലോട്ട് മാറും. എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലായിട്ട് ഒരു ബാഹ്യലോകത്ത് ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കുന്നതിന്, സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങും. ഇന്നത്തെ സാഹചര്യത്തിൽ അത് രണ്ടും നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് പത്രത്തിലുള്ള വാർത്തകൾ മാത്രമേ ഉള്ളൂ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുൽവാമയിൽ എന്താണ് നടന്നതെന്നുള്ളത് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ നടക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ തന്നെയും കിട്ടിയ സൂചനകളിൽ നിന്ന് ഇതിൽ പാകിസ്ഥാൻ ഒരു പങ്കുണ്ടായിരുന്നു എന്നുള്ളത് തികച്ചും വ്യക്തമാണ്. അത് സർക്കാരിന് അത് ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റിയാൽ ഇന്നത്തെ ഓൾ പാർട്ടി മീറ്റിങ്ങിൻ്റെ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങിയതിലും അത് മനസ്സിലാക്കാൻ പറ്റും. പരോക്ഷമായിട്ട് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അത് ഒരു അത്തരത്തിലുള്ള ഒരു നിഗമനത്തിൽ അന്വേഷണങ്ങൾക്ക് ശേഷം എത്തുകയാണെങ്കിൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പം പക്ഷേ അതേസമയം നമുക്കറിയാം, ഈ ഭീകരവാദികൾ, പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾ വീഡിയോയും മറ്റും ഇറക്കിയിട്ടുണ്ട്. അവർ തന്നെ അവകാശപ്പെടുന്നു അവരാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ. ചില രാജ്യങ്ങൾക്ക് ഇത് ബോധ്യമായി കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ പ്രതികരണമാണ്. അമേരിക്കയുടെ പ്രതികരണം ഇന്ത്യക്ക് തികച്ചും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അവർ ഇന്ത്യയുടെ നമ്മുടെ സൗത്ത് ബ്ലോക്കിലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ ഇറക്കിയ പ്രസ്താവനയുടെ ഏതാണ്ട് ആ ധ്വനി കൊള്ളുന്ന ഒരു പ്രസ്താവനയാണ് വൈറ്റ് ഹൗസിൽ നിന്നാണ് ഇറക്കിയത്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമല്ല. അപ്പോൾ അതിൽ ട്രംപിൻ്റെ മുദ്രയുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിൽ പാകിസ്ഥാനിലുള്ള കക്ഷികളാണ് ഇത് ചെയ്തത്. പാകിസ്ഥാനെ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. പാകിസ്ഥാൻ ഇതിൽ നടപടികൾ എടുക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തികച്ചും തെറ്റാണ്, ലോക സമാധാനത്തിനെതിരായിട്ട്, താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ആവർത്തിക്കാൻ പറ്റില്ലെന്നുള്ള മട്ടിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, പാകിസ്ഥാനോട് അമേരിക്കയ്ക്ക് വളരെ വിധേയത്വമുള്ള ഒരു സമയമാണിത്.
അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിനും മറ്റും അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. എന്താണ് ഈ വിധേയത്വം എന്ന് പറയുന്നത്? പക്ഷേ വിധേയത്വം ഉണ്ടിരുന്നാൽ തന്നെയും ഇന്ത്യയുടെ താല്പര്യങ്ങളെയും ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 48 രാജ്യങ്ങളോ മറ്റോ ഇന്ത്യക്ക് അനുകൂലമല്ല, ഇന്ത്യയോട് സഹതപിച്ചുകൊണ്ടോ ഇതിനെ ഈ നടന്ന കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ടോ ഉള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇതിലെ അവസാനം അതിൻ്റെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബോട്ടം ലൈൻ എടുക്കുകയാണെങ്കിൽ, ഒരു വരയിട്ടിട്ട് അതിൻ്റെ എന്താണ് ടോട്ടൽ ഇഫക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധിവരെ നമുക്ക് ഉപയോഗിക്കാം ഈ കാര്യങ്ങൾ. പക്ഷേ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. എന്ന് വെച്ചിരുന്നാൽ എല്ലാ രാജ്യങ്ങളും അവരവരുടെ തന്നെ താല്പര്യങ്ങളെയാണ് മുന്നിൽ കാണുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ആണെങ്കിൽ വിധേയത്വം എന്ന് പറഞ്ഞു, റഷ്യക്കാണെങ്കിലും ഇപ്പോൾ ഒരു തരത്തിലുള്ള വിധേയത്വം പാകിസ്ഥാനുമായിട്ടുണ്ട്, ചൈനയ്ക്കാണെങ്കിൽ ഉറ്റ ബന്ധുത്വമുണ്ട് പാകിസ്ഥാനുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനപ്പുറം, വാക്കുകൾക്കപ്പുറം കടന്ന് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും എന്താണ് ഈ സ്ക്വയർ വണ്ണിൽ തിരിച്ചെത്തുകയാണ്, ഗ്രൗണ്ട് സീറോയിലെത്തുകയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ആകുന്നില്ല. ഞാൻ അതിലേക്ക് വരാം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ സന്ദീപ്, അതായത് ഇപ്പോൾ ശ്രീ MK ഭദ്രകുമാർ വിശകലനം ചെയ്തതുപോലെ, വാർത്തകൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പോലെ 50ഓളം രാജ്യങ്ങൾ, 50ൽ കൂടുതലെന്ന് ചില മാധ്യമങ്ങളും പറയുന്നുണ്ട്, 48ഓളം രാജ്യങ്ങൾ അല്ലെങ്കിൽ 50നെ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളുടെ ഇന്ത്യയോടുള്ള അനുഭാവം ഇപ്പോഴുണ്ട്. പാകിസ്ഥാനെ അവർ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അവരുടെയൊക്കെ രാജ്യ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്രമാത്രം നീളും വരും ദിവസങ്ങളിൽ സ്ഥായിയായ ഈ കൂടനിൽപ്പിൽ എന്നൊക്കെ ഇനി കാണേണ്ടതുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഈ പിന്തുണ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയാലും പോരല്ലോ. നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ കണക്ക് തീർക്കും. നമുക്ക് കണ്ണീർ വാർക്കുമ്പോഴും നമ്മൾ പ്രതികാരദാഹികളായി തന്നെ നിൽക്കുന്നു എന്ന സൂചന നൽകുന്നുണ്ട്. കണക്ക് തീർക്കാൻ നമ്മൾ ഉണ്ട് എന്നറിയിക്കുന്നുണ്ട്. അതുപോലെ ഇത് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുണ്ട് എന്ന സന്ദേശം നൽകുന്ന വാചകങ്ങളൊക്കെ പോകുന്നുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ഇതിനോടൊപ്പം നിൽക്കുന്നുമുണ്ട്. ഇതുകൊണ്ടായോ എങ്ങോട്ട് എന്നുള്ളതിന് ഒരു നയപരമായ സൂചന എങ്ങനെയാണ് വിശദീകരിക്കുക ശ്രീ സന്ദീപ്? ഭീകരവാദത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ലോങ് ടൈം നാഷണൽ പോളിസി ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു പോളിസി ഗവൺമെൻറ്റുകൾ മാറിയാലും പിന്നെ നിലനിൽക്കുന്ന ഒരു പോളിസി നമ്മൾക്ക് ആവശ്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ളൊരു പോളിസി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യണം. അത് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. കാരണം ആഗോള തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നെ അത്തരത്തിലുള്ളൊരു പോളിസി ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളത്. പിന്നെ ഞാനും സമ്മതിക്കുന്നു, ലോകരാജ്യങ്ങളുടെ പിന്തുണയെ മാത്രം പിന്നെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾക്കത് ഉറപ്പാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ശത്രുവിനെ ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, ടാർഗറ്റ് ചെയ്യണം. അത് അകത്തായാലും പുറത്തായാലും. ഇപ്പോൾ പുറത്തുള്ള ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് വാദിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ നമ്മളുടെ രാജ്യത്തുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തണം. അപ്പോൾ കൗണ്ടർ ഇൻ്റലിജൻസ് പോലെയുള്ള കാര്യങ്ങളിലൂടെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് പിന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ പിന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പോളിസി, ഒരു നാഷണൽ പോളിസി, അത് ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും മാറ്റാൻ പറ്റാത്തൊരു പോളിസി നോട്ടായിട്ട് ഇന്ത്യക്ക് ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു പോളിസി ഉണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് ചെറുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ പറയട്ടെ,
പിന്നെ ഈ പിന്നെ ആക്രമണത്തിനും തിരിച്ചടി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനു മുമ്പുള്ള നടന്നിട്ടുള്ള പല ആക്രമണങ്ങൾക്കും ശക്തമായിട്ടുള്ള രീതിയിലുള്ള തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ആ തരത്തിൽ തിരിച്ചടി കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ തിരിച്ചടിച്ചുകൊണ്ട് മാത്രമായില്ല, ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. അപ്പോൾ അത്തരം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു നാഷണൽ പോളിസിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ സന്ദീപ് ഞാൻ വരാം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, എന്താണ് സന്ദീപ് രാജ്യത്തിന്റെ സർക്കാരിനെ അടുത്തു നിന്ന് വിലയിരുത്തുന്ന, ആ ഭരിക്കുന്ന സർക്കാരിന്റെ പാർട്ടിക്കൊപ്പം ഉള്ള ആൾ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് വിശദീകരിച്ചത് എന്താണ്? നമുക്കൊരു നയം ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയുന്ന ഭാഷ ഇപ്പോൾ ഈ 2019 ചേർന്നതാണോ? ഇപ്പോൾ പറയേണ്ടത് ഇതായിരുന്നോ എന്നൊക്കെയുള്ള വിശകലനങ്ങൾ കൂടി വേണമല്ലോ. തിരിച്ചടിച്ചുകൊണ്ടുള്ളൊരു മറുപടി നമുക്ക് കൊടുക്കാനാകും, അതും അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചടിച്ചില്ലെങ്കിൽ നമ്മുടെ നട്ടലിന് ക്ഷതമേൽക്കും, നമ്മൾ നമ്മുടെ ആണത്തത്തെ ചോദ്യം ചെയ്യും എന്ന അർത്ഥത്തിലുള്ള ഒരു തിരിച്ചടി പോലെ ഉള്ള ഭാഷയായി കാണേണ്ടതുണ്ടോ? ഒരു രാജ്യത്തിന്, ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഈ കാലം അത്രയും നമ്മൾ തുടർന്നു വന്ന വിദേശ ബന്ധങ്ങളുടെയും വിദേശ നയത്തിൻ്റെയും ഒക്കെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പറയേണ്ടത് ഈ ഘട്ടത്തിൽ ഇതാണെന്ന് കരുതുന്നുണ്ടോ താങ്കൾ? പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു ചിരസമ്മത ശത്രുരാജ്യം എന്ന നിലയ്ക്കാണല്ലോ പലപ്പോഴും നയതന്ത്ര മേഖലകളിൽ ഇരു രാജ്യങ്ങളും അതിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികം. നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്നാണല്ലോ BJP-കാർ പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന നിലയ്ക്ക് മാത്രം ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അതൊന്ന്. മറ്റൊന്ന്, കുറെ കൂടി ഇരുത്തം വന്ന് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. അത് ശ്രീ സന്ദീപ് പറഞ്ഞ മാതിരി ഒരു ദീർഘകാല നയത്തിൻ്റെ അല്ല. നയമൊക്കെ ധാരാളമുണ്ട് സന്ദീപ്. അതിനപ്പുറത്തുള്ള ചില താല്പര്യങ്ങളാണ് യുദ്ധങ്ങളിലേക്കോ യുദ്ധ സാഹചര്യങ്ങളിലേക്കോ ഒക്കെ അതിർത്തി രാജ്യങ്ങളെ നയിക്കുന്നത് എന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ ചർച്ചയിൽ തന്നെ വരാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യം എനിക്ക് തോന്നുന്നില്ല ഇതൊരു യുദ്ധമായി പരിവർത്തിക്കുമോ എന്ന കാര്യത്തിൽ ഇവിടെ ശ്രീ ഭദ്രകുമാർ പറഞ്ഞ ആശയങ്ങളോട് നമുക്ക് യോജിക്കാൻ കഴിയും. ഒരു യുദ്ധമായി പരിവർത്തിക്കാൻ ഉടനടി സാധ്യമല്ല എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതിന് കാരണം പല കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും അത്ര ഗൗരവതരമായ, വളരെ ഗൗരവതരമെന്ന് നമുക്കിപ്പോൾ തോന്നുമെങ്കിലും ഇതിനേക്കാൾ ഗൗരവതരമായ കാലങ്ങളിൽ യുദ്ധമുണ്ടായിട്ടില്ല, ഇതിനേക്കാൾ വലിയ കാലങ്ങളിൽ പള്ളിയിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുന്ന മാതിരിയാണ്. കാരണം 166 പേർ കൊല ചെയ്യപ്പെട്ട 2008 ഭീകരവാദ ആക്രമണം എല്ലാവരും ഇതിനേക്കാളേറെ ലോകങ്ങൾ പിന്തുണച്ച അതിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധമുണ്ടായില്ലല്ലോ. പിന്നെ നമുക്കറിയാവുന്നത് മാതിരി അതിനുശേഷം BJP ഭരിക്കുമ്പം നമ്മുടെ സൈനിക ക്യാമ്പിലേക്ക് തന്നെ ഇവർ കടന്നു കയറി 4-5 ദിവസം വലിയ സന്നിഗ്ധതകൾ ഉൽപ്പാദിപ്പിച്ച് അവരവിടെ ഒളിഞ്ഞിരുന്നു മുറിയിൽ. അപ്പോഴും യുദ്ധമുണ്ടായില്ലല്ലോ. അപ്പോൾ യുദ്ധമുണ്ടാകുന്നതിന് ഈ സംഭവങ്ങൾ മാത്രം പോരാ, മറ്റു ചില എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നയതന്ത്ര കാരണങ്ങൾ കൂടി വേണം. ആ നയതന്ത്ര കാരണങ്ങൾ ഉണ്ടോ ഇല്ലയോ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സംഭവഗതിയെ ബോംബെ ഭീകരവാദ ആക്രമണവുമായി താരതമ്യം ചെയ്താൽ ചെറുത് എന്ന് തോന്നാവുന്ന ഈ ആക്രമണത്തിന്റെ സംഭവഗതി അടിയന്തരമായി ആസന്നമായ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാര്യം മറ്റത് നയിച്ചിട്ടില്ല, അതാണ് അതിന് കാരണം. അപ്പോൾ അതുകൊണ്ട് ഭദ്രകുമാർ പറഞ്ഞത് കുറെ കൂടി ചിന്ത ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊന്ന്, സന്ദീപ് പറഞ്ഞ മാതിരി നമുക്ക് അടിയന്തരമായി തിരിച്ചടി കൊടുക്കണം. ഇതൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സ്ഥിരം പല്ലവിയാണ് സന്ദീപ്. അടിയന്തരമായി യുദ്ധം നമ്മൾ തിരിച്ചടി കൊടുക്കണം. ഇതൊക്കെ ആളുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് ദേശസ്നേഹപരമായി. ഇത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും പറയുന്നത്. അദ്ദേഹം ഇന്ന് മഹാരാഷ്ട്രയിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? ശത്രുവിനെ അതിൻ്റെ മടയിൽ പോയി പിടിക്കും. കേൾക്കാൻ ഇമ്പമുള്ള കാര്യങ്ങളാണ്. എത്ര വർഷമായി ഈ ശത്രുവിനെ പിടുത്തം തുടങ്ങിയിട്ട്? അല്ലെങ്കിൽ കാശ്മീർ എന്ന് പറയുന്ന നീറുന്ന ഈ വ്രണത്തെ മുൻനിർത്തി അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന തർക്കത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോളം തന്നെ ഒരു ഭൂതകാലമുണ്ട് എന്ന് നാം ആലോചിക്കണം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചില കാലഘട്ടങ്ങളിൽ കാശ്മീരിൽ താരതമ്യേന സമാധാനപരമായ നീണ്ട കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. 2008 സംഭവഗതികൾക്ക് ശേഷം 2ാം UPA കാലഘട്ടം
കാശ്മീരിൽ പൊതുവെ സമാധാനപരമായ ഒരു കാലഘട്ടമായിരുന്നു. അതെന്തുകൊണ്ട് എന്ന് ആലോചിക്കാവുന്നതാണ്. അത് ചില കാലഘട്ടങ്ങൾ അങ്ങനെയല്ലാതെ ശരിക്കും സ്ഫോടനാത്മകമായ കാലഘട്ടവും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് കാശ്മീരിൽ സമാധാനപരമായ കാലഘട്ടം ഈ ബോംബെ ഭീകരവാദ ആക്രമണത്തിന് ശേഷവും ഉണ്ടായത് എന്ന് നാം ആലോചിക്കുമ്പം ചില ഉത്തരങ്ങൾ അവിടെ നമുക്ക് ലഭിക്കാൻ ഇടയുണ്ട്. കാശ്മീരിൽ ഇടപെടേണ്ടത് എങ്ങനെയാണ് എന്ന അടിസ്ഥാന ചോദ്യം തന്നെയാണ് അത് ഉന്നയിക്കുന്നത് എന്നാണ് ശരി എനിക്ക് തോന്നുന്നത്. ഞാൻ വരാം ശ്രീ ഭാസുരേന്ദ്ര ബാബു. ശ്രീ എം കെ ഭദ്രകുമാർ, ഈ കാര്യത്തിൽ നമ്മൾ ഇന്നലെ തന്നെ സംശയിച്ചതുപോലെ എത്രമാത്രം ഈ രാത്രിയിലും വിശദമായ ഒരു ചർച്ചയുടെ അകത്തളങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ അവിടെ നിൽക്കുക തന്നെയാണ്. പക്ഷേ ഒരു കാര്യം അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതുപോലെ, ഒരുപക്ഷെ ശ്രീ സന്ദീപ് പോലും തുറന്ന് സമ്മതിച്ചതുപോലെ, നമ്മുടെ ഇപ്പോഴത്തെ ഈ നയത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് മാറ്റേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയുമ്പോഴും ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതുപോലെയാണോ അത്? അതിനൊരു കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തെ ചരിത്രം ആണോ പരിശോധിക്കേണ്ടത്? അതിന് മുൻപുള്ള ഒരു ഘട്ടത്തിലെ പാക് നയവുമായും കാശ്മീർ നയവുമായും, ഇന്ത്യയുടെ കാശ്മീർ നയവുമായും പാക് നയവുമായും ഒരു വ്യത്യാസം ഈ കഴിഞ്ഞ 5 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന നയത്തിൽ നിന്ന് വ്യത്യാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ആ നയത്തിനാണോ മാറ്റം വേണ്ടത്? എന്താണ് ആ കാര്യത്തിൽ കൃത്യമായി പറയേണ്ടി വരിക? ഞാൻ ഏതാണ്ടും അതിലെ ആ ആശയത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു സെക്യൂരിറ്റി പോളിസിയുടെ ഒരു പ്രശ്നമല്ല, അങ്ങനത്തെ ഉള്ള ഒരു പ്രതിസന്ധിയല്ല. സെക്യൂരിറ്റി മാനേജ്മെൻറ്റിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടായിട്ടുണ്ട്. അതൊരു മാനേജ്മെൻറ്റ് ക്രൈസിസ്, ഇൻ്റലിജൻസ് ഫെയിലിയർ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയർ ആണെങ്കിലും ഗവർണർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഒരു ഒരു എന്താ പറയുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലുള്ളതാണ്, അല്ലാതെ പോളിസിയുടേതല്ല. ഈ ടെററിസത്തിനെ നഖശിഖാന്തം എതിർക്കുക, അവരുമായിട്ട് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ അതിനെ ആ സ്ട്രഗിൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ്. ഇന്നത്തെ ഓൾ പാർട്ടി കോൺഫറൻസിൽ അത് വളരെ വ്യക്തവുമാണ്. അപ്പോൾ അതിൽ പോളിസിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ എവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത് ഈ കാര്യത്തിലാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ UPA-യുടെ സമയത്ത്, ശ്രീ മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് ഒരു ഭേദപ്പെട്ട ഒരു അന്തരീക്ഷം റാലിയിലുണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിനുള്ള രാഷ്ട്രീയ തലത്തിലും നയതന്ത്ര തലത്തിലും ഉള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നു, എന്ത് സാഹചര്യങ്ങളെ ഒരുക്കിയിട്ടാണ് ഇത്തരത്തിലൊരു ഭേദപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടാക്കാനായിട്ട് അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നാമത്, ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും പാകിസ്ഥാൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് എല്ലാ കാലത്തും ചോദ്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ തന്നെയും പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുമായിരുന്നു, ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് ഒരു കാര്യം. രണ്ടാമത്, ഒരു രാഷ്ട്രീയ തലത്തിൽ ഒരു പൊളിറ്റിക്കൽ ട്രാക്ക് കാശ്മീരിൽ ഉണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത് UPA സർക്കാരിന് അത് തന്നെയും കുറച്ചുകൂടെ വേഗത്തിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്ന് വെച്ചിരുന്നാൽ വളരെ സമയം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതാ ഒരു ഗാംഗ്രീൻ എത്തിയിരിക്കുകയാണ്, ഒരു വൂണ്ടെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് വൂണ്ടല്ല, അതൊരു ഗാംഗ്രീൻ്റെ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി കയ്യോ കാലോ മുറിച്ച് കളയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ക്രൈസിസാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഉള്ള ഡെഫിഷ്യൻസീസ് എന്താണ്? ഒന്ന്, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം. അവിടെ റൂത്ത്ലെസ് ആയിട്ട് സ്റ്റേറ്റ് അപ്പാരറ്റസിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച് ഇതിനെ അടിച്ചമർത്താം എന്നുള്ള ഒരു മിഥ്യാബോധം. അത് എല്ലാ കാലത്തും സ്റ്റേറ്റിന് വളരെ നല്ല റിപ്രസീവ് മെഷേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനുള്ള കേപ്പബിലിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആഡിക്വസി, അതുകൊണ്ട് എവിടെ എത്തുന്നു എന്നുള്ള കാര്യത്തിൽ സന്ദേഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്നത് കഴിഞ്ഞ 4 വർഷക്കാലം, പ്രത്യേകിച്ചും ഈ PDP-യുമായിട്ടുള്ള കോalitionൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള 3 വർഷക്കാലവും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഡയലോഗ് അവിടെ നടക്കാൻ ഏതാണ്ട് ഭേദപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുന്നതിനും ഒരു നല്ല സാഹചര്യമായിരുന്നു. എന്ന് വെച്ചിരുന്നാൽ ഈ കാശ്മീരിൻ്റെ പ്രശ്നത്തിൽ 2-3 തവണയോ മാത്രമേ ഉള്ളൂ ഈ 70 വർഷക്കാലത്തിനിടയിൽ നമ്മൾ വളരെ മീനിങ് ഫുള്ളായിട്ട് തുറന്ന് സംസാരിച്ചിട്ടുള്ളത്.
അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശങ്ങളെല്ലാം മാറ്റി നിർത്തി റിയാലിറ്റീസ് കണ്ടെടുത്തിട്ട് അത് ഇന്നത്തെ അന്താരാഷ്ട്രീയ രംഗത്തുള്ള മാറ്റങ്ങളെയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു സമീപനം രണ്ട് രാജ്യങ്ങളും, മുഷാറഫിനും ഉണ്ടായിരുന്നു, അത് ശ്രീ മൻമോഹൻ സിംഗിനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് നിൽക്കുന്നതിൻ്റെ ഒരു കാര്യമായിട്ടുണ്ടായിരുന്നത് BJPയുടെ എതിർപ്പായിരുന്നു. അന്ന് അതൊരു വളരെ റിഗ്രറ്റബിൾ ആയിരുന്നു അതിനെ ഈ രീതിയിൽ ശല്യപ്പെടുത്തിയത്, പാർലമെന്റിൽ അലങ്കോലങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ അതിനെ അങ്ങ് ശോഷിപ്പിച്ച് കളഞ്ഞു. എന്നിരുന്നാൽ തന്നെയും അവർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് ആ ത്രെഡ്സ് പിക്കപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വിലയിരുത്തലിൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്നല്ല, ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ കക്ഷിയും അതിൽ BJPയെ എതിർക്കുകയില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ല സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു കൂട്ടുഭരണ സംവിധാനം ശ്രീനഗറിലുള്ള സ്ഥിതിക്ക് അവിടുത്തെ ഉള്ള ഒരു റീജിയണൽ പാർട്ടി മായിട്ട് ഒരു ദേശീയ പാർട്ടി അലയൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു തിരിഞ്ഞു വന്നത് ശ്രീനഗറിൽ. ഞാൻ തിരിച്ചു വരാം ശ്രീ ഭദ്രകുമാർ. ആ കാര്യത്തിലൊന്ന് ഇടപെട്ട് ചർച്ചയിലേക്കൊന്ന് പോകേണ്ടതുണ്ട്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ സന്ദീപ്, അതായത് ഇവിടെ 2014 ശേഷം ഉള്ളൊരു ഘട്ടത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു പാക് കാശ്മീർ നയം തുടരുന്നതിനുള്ള സാധ്യതകൾ ഉപയോഗിച്ചില്ല എന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു തരത്തിൽ പാകിസ്ഥാനെ അതിർത്തിയിൽ ഒരു കാര്യത്തിലും വലിയ ആശങ്കയ്ക്ക് വകയില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിർത്തിയിൽ പോയി നിന്ന് ഒരു ഹീറോയിസം കാണിക്കാനുള്ള ശ്രമം നടത്തിയോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള വിശകലനം ആണിപ്പോൾ ഉണ്ടായത്. അത് ആവശ്യമില്ലാത്തതായിരുന്നു. പാകിസ്ഥാനെയും കാശ്മീരിനെയും ആ രീതിയിൽ 2014 മുതൽ കാണേണ്ടിയിരുന്നില്ല. BJP ആ ഭാഗത്ത് എടുത്ത നിലപാട് ആണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നയം മാറേണ്ട സമയം അതിക്രമിച്ചു എന്ന ഭാഷയിലേക്ക് കടക്കേണ്ടി വന്നിരിക്കുന്നത് എന്ന് പറയാമോ? ഇതിൽ ഞാൻ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഞാനൊരു അപ്പോളജിറ്റിക് ആയിട്ടുള്ള ഇതിൽ പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പിന്നെ അതൊരു ആഗോള തലത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്താണ് കാശ്മീരിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അല്ലാതെ ഐസൊലേറ്റഡ് ആയിട്ട് പിന്നെ 47 അല്ലെങ്കിൽ 50 മുട്ടും നിലനിൽക്കുന്ന ചില നരേറ്റീവുകൾ, പാകിസ്ഥാൻ പടച്ചെടുത്ത നരേറ്റീവുകൾ, ആ നരേറ്റീവ് ഇന്ത്യയിൽ ഒരു വിഭാഗവും ഏറ്റെടുത്തുകൊണ്ട് ആ നടത്തിക്കൊണ്ടിരിക്കുന്ന നരേറ്റീവുകളുടെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടത്തിക്കോട്ടെ. ശ്രീ സുരേന്ദ്ര ബാബുവിനെ പോലുള്ള ആളുകൾക്ക് അത് നടത്താനുള്ള പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ട്. അദ്ദേഹം നടത്തട്ടെ. അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ച് മറുപടി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അല്ലെങ്കിൽ അദ്ദേഹം ആ മറുപടി അർഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പോളിസീസിനെ കുറിച്ചും ഇതിനെക്കുറിച്ചും എനിക്ക് അറിയാവുന്നതാണ് നേരത്തെ തന്നെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനായിട്ടുള്ളത്, പിന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പിന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ എതിരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ചൈന, ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള ചൈന സിൻജിയാങ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ ഏത് തരത്തിലുള്ള പോളിസിയാണ് എടുക്കുന്നത്? അവർ ഏത് തരത്തിലാണ് അവിടുത്തെ തീവ്രവാദത്തെ പിന്നെ അമർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ഈ പറയുന്ന ചർച്ചകൾ നടത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവരതിനെ ശക്തമായിട്ട് അടിച്ച് ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പിന്നെ ടിയാൻമെൻ സ്ക്വയറിൽ 2013 പിന്നെ ബോംബ് സ്ഫോടനം നടത്തി. ഇതേപോലെ തന്നെ ഒരു കാർ ബോംബ് സ്ഫോടനമാണ് അവിടെ നടന്നത്. ചൈനയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ ചെയർമാൻ മാവോയുടെ മൊണോമിന് തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ അത്തരത്തിലുള്ളൊരു സ്ഫോടനം നടന്നത്. ഓരോ രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി, ഈ പുൽവാമയിൽ ഉണ്ടായതും ടിയാനൻമെൻ സ്ക്വയറുമായി എങ്ങനെയാണ് താങ്കൾക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുന്നത്? മാത്രമല്ല, ഇവിടെ ചരിത്രപരമായ ഒരു മുഹൂർത്തമുണ്ട്. നേരത്തെ ശ്രീ ഭദ്രകുമാർ ചൂണ്ടിക്കാട്ടിയതൊക്കെ, അതായത് ഇന്ത്യൻ സർക്കാരും പാകിസ്ഥാൻ സർക്കാരും തമ്മിൽ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നതാണ്. അതുപോലെ പൊളിറ്റിക്കലായ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. അത് വേണ്ട എന്നൊരു രാഷ്ട്രീയ തീരുമാനം BJPക്ക് ഉണ്ട്. അത് പാകിസ്ഥാനെ അവിടെ അതുപോലെ വേണം എന്ന ഒരു രാഷ്ട്രീയ അജണ്ടയാണോ എന്ന സംശയമാണ്. അതിനൊരു മറുപടി വേണം ശ്രീ സന്ദീപ്.
അല്ല, നിങ്ങൾ ലിറ്ററലി സമ്മതിക്കുന്നത് ഇന്ത്യയിലേക്ക് പിന്നെ തീവ്രവാദികളെ കയറ്റി അയക്കുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ്. നിങ്ങൾ സമ്മതിച്ചല്ലോ. നിങ്ങളുടെ വാദഗതിയിലൂടെ നിങ്ങൾ സമ്മതിക്കുന്നത് ഇന്ത്യയിലേക്ക് പിന്നെ തീവ്രവാദികളെ കയറ്റി അയക്കുന്നത് അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് ആവശ്യമായിട്ടുള്ള ലോജിസ്റ്റിക് സപ്പോർട്ട് നൽകുന്നത് പാകിസ്ഥാനാണ് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള രാജ്യവുമായിട്ട് എങ്ങനെയാണ് എൻഗേജ് ചെയ്യേണ്ടത്? അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ആവശ്യമാണോ? അപ്പോ അതിനെതിരായിട്ട് തിരിച്ചടിയാണ് കൊടുക്കേണ്ടത്. എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ തിരിച്ചടികളുടെ ചരിത്രവും ഇവിടെ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഭാഷയിലാണെങ്കിലും ശ്രീ ഭാസ്കരേന്ദ്ര ബാബു ഉൾപ്പെടെ പറഞ്ഞു. ഉറിയിൽ എന്താണ് കണ്ടത്, പത്താൻകോട്ടിൽ എന്താണ് കണ്ടത്, ഇപ്പോൾ പുൽവാമയിൽ എന്താണ് കണ്ടത്, ഇതൊക്കെ തിരിച്ചടി എന്ന രീതിയിൽ തന്നെ നമ്മൾ എടുക്കുമ്പോഴും നമ്മൾ തിരിച്ചു നിന്ന് പ്രസംഗിക്കുകയാണ്, രക്തം തിളപ്പിക്കുകയാണ്. പക്ഷേ നേരത്തെ ചെയ്തു വച്ച ഇല്ല ശ്രീ സന്ദീപ്, നമ്മൾ ഈ ഘട്ടത്തിൽ നിങ്ങൾ പാകിസ്ഥാനെതിരും ഞങ്ങൾ പാകിസ്ഥാൻ അനുകൂലികളും എന്ന രീതിയിൽ ചർച്ചയ്ക്ക് എടുക്കണ്ട. പക്ഷെ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായി എടുത്താൽ ഈ ഘട്ടത്തിൽ രാജ്യത്ത് തുടർന്നു വന്ന ഒരു നയത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കാശ്മീരിനെയും പാകിസ്ഥാനെയും കണ്ടത് കൊണ്ടുണ്ടായ പരാജയം എന്ന വിലയിരുത്തലുണ്ട്. അതിന് ശ്രീ ഭദ്രകുമാറോ ശ്രീ ഭാസ്കരേന്ദ്ര ബാബുവോ നമ്മൾ ആരുമല്ല ഈ ചർച്ച നടത്തുന്നത്, രാജ്യം നടത്തുകയാണ്. നിങ്ങൾ പറയുന്നത് പാകിസ്ഥാനോട് ചർച്ച ചെയ്തില്ലെങ്കിൽ ബോംബ് ആക്രമണം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഇതിന് മുമ്പ് ചെയ്ത കാര്യത്തെ കുറിച്ചാണ്, ഇന്നത്തെ കാര്യമല്ല. ഈ പുൽവാമയിൽ 40 പേരുടെ ജീവൻ പോയി നിൽക്കുമ്പോൾ പാകിസ്ഥാനെ നോക്കി ചിരിക്കൂ എന്ന വാദം ഉയർത്തുന്നു എന്ന് നിങ്ങൾ വിലപിക്കാനല്ല ഈ ചോദ്യം. ശ്രീ സന്ദീപ്, ഞാൻ വിലപിക്കുകയല്ല, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. ഇപ്പോ മണിപ്പൂരിലുണ്ടായ സംഭവങ്ങൾ, മണിപ്പൂരിൽ തീവ്രവാദി ആക്രമണം നടക്കുന്ന സമയത്ത് മ്യാൻമാറിൽ പോയിട്ട് ആ തീവ്രവാദികളെ പിന്നെ അമർച്ച ചെയ്യാനായിട്ട് ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉറി ആക്രമണം ഉണ്ടായ സമയത്ത് പിന്നെ POJKയില് പാക് ഒക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീരിൽ പോയിട്ട് അവിടെ പിന്നെ ആക്രമണം നടത്തിക്കൊണ്ട് ആ തീവ്രവാദികളെ അമർച്ച ചെയ്യാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അപ്പോ സർക്കാർ അവിടെ ഇപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ സന്ദീപ്, അക്കാര്യത്തിൽ ഇന്ത്യൻ പട്ടാളം ഒട്ടും മോശമല്ല. ഒരു തിരിച്ചടി കൊടുക്കാനും അതേ ഭാഷയിൽ എണ്ണം തികച്ചപ്പുറത്തും ജീവൻ എടുക്കാനും പ്രാപ്തിയുള്ള ഇന്ത്യൻ പട്ടാളമാണിത്. അതിന് ഒരു സർക്കാരും ഒരുപക്ഷെ വലിയ ശ്രമം നടത്തേണ്ടി വരില്ല. ഇന്ത്യൻ പട്ടാളത്തിന് ആ കഴിവുണ്ട്, അതിനുള്ള ചങ്കൂറ്റവുമുണ്ട്, അതിനുള്ള കോപ്പുമുണ്ട്. അപ്പോൾ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത് ഉപയോഗിക്കേണ്ട ഘട്ടമാണോ, ഇങ്ങനെയാണോ ഈ രാജ്യവുമായുള്ള ബന്ധം തുടരേണ്ടത് എന്നത് പുൽവാമയിലെ ജീവൻ പോയി നിൽക്കുന്ന ജവാന്മാരുടെ ഭൗതികദേഹം ദഹിപ്പിക്കുന്നതിന് മുൻപേ വെല്ലുവിളിച്ച് ചോദിക്കേണ്ടതല്ലോ. അങ്ങനെ തിരിച്ചടി കൊടുക്കുന്നതിന്റെ ചോര തിളച്ച പ്രസംഗമല്ലല്ലോ വേണ്ടത്. നയം വിലയിരുത്തുമ്പോൾ എവിടെ നിന്ന് പിഴച്ചു എന്നിടത്ത് ഒരു തിരിഞ്ഞു നോട്ടത്തിൽ 2014 തുടർന്നത് ഇപ്പോൾ ഇല്ലാത്തതാണ് പ്രശ്നം, അന്നുണ്ടായിരുന്നത് ഇപ്പോൾ തുടരാത്തതാണ് പ്രശ്നം എന്നതിനൊരു മറുപടി വേണമല്ലോ. ഇന്നിനി ഡയലോഗിന് പോകുന്നതിനെ കുറിച്ചല്ല, അന്നത്തേത് തുടർന്നില്ല എന്നതാണ്. ഡോക്ടർ ലാൽ, ഒന്നാം NDA ഗവൺമെന്റിന്റെ സമയത്ത് പിന്നെ പാകിസ്ഥാൻ ഗവൺമെന്റുമായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വാജ്പേയി തയ്യാറായല്ലോ. തിരിച്ചെന്താ കിട്ടിയത്? കാർഗിലല്ലേ കിട്ടിയത്? കാർഗിൽ ആക്രമണം നടത്തിയില്ലേ? ഇന്ത്യ ഓരോ സമയത്തും ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത്, സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ തിരിച്ചു തന്നത് എന്താണ്? അവർ ആക്രമണങ്ങളല്ലേ തിരിച്ചു തന്നത്. അതുകൊണ്ടല്ലേ ഗവൺമെന്റ് നയം മാറ്റിയത്. ഈ പറയുന്ന മോഡി ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോയില്ലേ? പാകിസ്ഥാനിൽ വരെ പോയില്ലേ? പാകിസ്ഥാനിൽ പോയി ചർച്ച നടത്തിയില്ലേ? നവാസ് ഷെരീഫുമായിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടി തയ്യാറായില്ലേ? അതെല്ലാം മറന്നു പോവുകയാണോ? ശരി, അപ്പോൾ ഭാസ്കരേന്ദ്ര ബാബു, പുൽവാമയിലെ പുക ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ആ ഘട്ടത്തിൽ ഇതിനപ്പുറം ഒന്നും പറയാനില്ല രാജ്യത്തിന് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇപ്പോൾ സന്ദീപും പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. 24 മണിക്കൂറിനകം 4 തവണയാണ് പാകിസ്ഥാന് മുന്നറിയിപ്പ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദി. പകരം വീട്ടും എന്ന് തന്നെയാണ് ആ വാക്കുകളിലൊക്കെയുള്ളത്. അതിനപ്പുറം ഒന്നും പറയാനില്ല. തിരിച്ചടി എന്ന് തന്നെയാണ്. പാകിസ്ഥാനോട് സംസാരിക്കാനാകില്ല. ചൂണ്ടിക്കാട്ടാനുള്ളത് നോക്കൂ ചൈന എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ തന്നെയാണ്. അവിടെ മറ്റെന്തുണ്ടാകും അപ്പോൾ പറയാൻ? ഇതൊക്കെ പറയാൻ എളുപ്പമുള്ള കാര്യമാണ്. പരിഹാരത്തെക്കുറിച്ചാണ് നാം ഗൗരവപൂർവ്വം ചിന്തിക്കുന്നതെങ്കിൽ ദുഃഖകരമെന്ന് പറയട്ടെ, സന്ദീപിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉന്നയിക്കുന്ന ആശയം പുതിയൊരു കാര്യമല്ല. അദ്ദേഹം പഴയ നറേറ്റീവിനെ കുറിച്ച് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളെക്കാൾ പഴയ ഒരാളായിരിക്കും ഞാൻ.
പക്ഷെ താങ്കൾ പറഞ്ഞ നറേറ്റീവ് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ പുറകിലാണ്. അതൊരു തീവ്രവാദ കേന്ദ്രമാണ്, തീവ്രവാദ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് നാം അതിനെ അടിച്ചമർത്തണം. ഇതാണല്ലോ ആ നറേറ്റീവിൻ്റെ ഉള്ളടക്കം. ആ നറേറ്റീവ് പഴഞ്ചനാണ്. ചില യാഥാർത്ഥ്യങ്ങളിൽ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. 3 യുദ്ധങ്ങൾ നാം പാകിസ്ഥാനോട് നടത്തി, 3ലും നാം ജയിക്കുകയും അവർ തോൽക്കുകയും ചെയ്തു. പാകിസ്ഥാനെ തോൽപ്പിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനാർഹമായ ഒരു കാര്യമൊന്നുമല്ല സന്ദീപ്. ഇറ്റ് ഈസ് ആസ് കോമൺ ആസ് എനിത്തിങ്. അത്ര ചെറിയ രാജ്യവും ചെറിയ സൈന്യവുമാണത്. ആ നിലയ്ക്ക് അവരെ തോൽപ്പിക്കുക എന്നത് ഒരു പദ്ധതിയായിട്ട് പോലും, ഒരു അജണ്ടയായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ സ്വയം അപമാനിതനാകാൻ തയ്യാറല്ല. മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരാം. താങ്കളുടെ ആ പഴയ നരേറ്റീവ് ഒന്ന് മാറ്റാൻ വേണ്ടി 6.5 മുതൽ 7.5 ലക്ഷം അർദ്ധ സൈനിക വിഭാഗമോ പോലീസോ സൈനികരോ കാശ്മീരിൽ ഉണ്ടെന്ന് താങ്കൾക്കറിയാമോ? 6.5 ലക്ഷം മുതലാണ് നിൽക്കുന്നത്. മറ്റേത് സ്റ്റേറ്റിലാണ് അത്രയും പട്ടാളക്കാരുള്ളത്? ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം ഡെൻസിറ്റി ഓഫ് ആർമി മെൻ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലെ കാശ്മീരിലാണ് എന്നുകൂടി കണക്ക് വന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് ദി പ്രസൻസ് ഓഫ് ആർമി മെൻ അത് കാശ്മീരിലാണ്. നമുക്ക് അഭിമാനാർഹമായ ഒരു കാര്യമല്ല. 1991 മുതൽ 2016 വരെ പാകിസ്ഥാനിൽ കാശ്മീരിൽ കൊല ചെയ്യപ്പെട്ടത് 21,000 ആളുകളാണ്. അവിടുത്തെ പൗരാവകാശ പ്രവർത്തകരുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അതിൽ 3,000 ആൾക്കാർ മാത്രമാണ് അതിർത്തി കടന്നു വന്ന ഭീകരവാദികൾ. 18,000വും ഇന്ത്യക്കാർ തന്നെയാണ്. നമ്മുടെ ദേശീയ പതാക കാണുമ്പോൾ അഭിമാനം കൊള്ളുന്ന നിങ്ങളെയും എന്നെയും പോലുള്ള ഇന്ത്യക്കാരാണ്. അത് നാം മനസ്സിലാക്കണം. അതുമാത്രമല്ല, കഴിഞ്ഞ 5 വർഷം നരേന്ദ്രമോദി ഭരിച്ച കഴിഞ്ഞ 5 വർഷം 890 പട്ടാളക്കാർ അവിടെ മരിച്ചു. മരണങ്ങൾ മാത്രമാണ് ആ പ്രദേശത്ത് നാം കേൾക്കുന്നത് സന്ദീപ്. അത് പരിഹരിക്കാൻ എന്തു വേണം എന്നതാണ് പ്രശ്നം. അത് മോദിയുടെ മാത്രം പ്രശ്നമല്ല, വാജ്പേയിയുടെ പ്രശ്നമല്ല, ഇന്ത്യൻ ഭരണവിഭാഗത്തിന്റെ പ്രശ്നമാണത്. ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ 65 മുതൽ 70% വരെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന കാശ്മീരികളിടയിൽ അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് താങ്കൾക്കും അറിയാം, 2% ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. 70% ആളുകൾ ഇന്ത്യ വിരുദ്ധരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നടന്ന ഈ ആക്രമണത്തിൽ വന്നത് പുറമേ നിന്ന് വന്ന ആളല്ല, മറിച്ച് ഒരു കാശ്മീരിയായ 20 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനാണ്. പുറമേ നിന്ന് വന്നിരുന്നെങ്കിൽ മറ്റൊരു ചിത്രം കിട്ടിയേനെയാണ്. അതുമില്ല. ആ അർത്ഥത്തിൽ കാശ്മീരികൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചതാര്? പഴയ നരേറ്റീവ് കൊണ്ട് കാര്യമില്ല. ശരി, നിങ്ങളെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ആധുനിക നരേറ്റീവാണ് ഞാൻ ഉയർത്തിയത്. ശരി, ശ്രീ എം കെ ഭദ്രകുമാർ പറയുന്നു എന്നെക്കാൾ പുതിയ നരേറ്റീവ് പറയുന്നു എന്ന്. തീർച്ചയായിട്ടും ശ്രീ ഭദ്രകുമാർ, അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് വീണ്ടും മനസ്സിലാക്കേണ്ടത്? ഇപ്പോഴും ശ്രീ സന്ദീപ് പറഞ്ഞിടത്ത് എൻഗേജ്മെന്റിന് എന്ത് സാധ്യത, പൊളിറ്റിക്കൽ ട്രാക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകും? ഈ കാർഗിലൊക്കെ നമുക്ക് തന്ന അനുഭവം കണ്ടില്ലേ എന്ന് സന്ദീപിനെ പോലുള്ളവർ ചോദിക്കുമ്പോൾ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാതെ ഒരു തുടർ നയത്തിൻ്റെയും പാത വെട്ടിത്തുറക്കാതെ അവസാനം തിരിച്ചടികൾ കിട്ടുമ്പോൾ, ഇതൊരു പക്ഷേ 1 വർഷം മുമ്പായിരുന്നെങ്കിൽ ഉറിയിലും പത്താൻകോട്ടും ഉണ്ടായപ്പോൾ നമ്മൾ എന്താണ് ഈ രീതിയിൽ ചർച്ചകൾ എങ്ങനെ പോയി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഇത് വലിയ ചർച്ചയിലേക്കും വലിയ രീതിയിലേക്കും ഒരു തിരിച്ചടി കൊടുക്കുന്ന രീതിയിൽ യുദ്ധത്തിന്റെ ഭാഷയിലേക്കും ഒക്കെ പോകുന്നതിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന രാജ്യം എന്നതുകൊണ്ട് കൂടിയാകാം. അല്ലെങ്കിൽ അത് ഉറി പോലെയോ പത്താൻകോട്ടോ പോലെയോ ഒക്കെ തന്നെ ചർച്ച ചെയ്യാനേ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള പുൽവാമയിൽ നിന്ന് എന്താണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്? ഒന്നും ചെയ്യാതെ തിരിച്ചടി ഇരന്നു വാങ്ങി എന്നാണോ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ നമ്മളുടെ രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയിൽ വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ വലിയ തോതിലൊരു പോളറൈസേഷൻ വന്നിരിക്കുന്നു. ഒരു നല്ല നേതൃത്വം എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ കോൺസെൻസസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു നാഷണൽ ക്രൈസിസ് വരുമ്പോൾ അതിനെ നേരിടുന്നതിന് ഒരു നാഷണൽ കോൺസെൻസസ് വേണം. പക്ഷേ ഇന്ന് കോൺസെൻസസിന് ഉള്ള സാധ്യതകളില്ലാതായിരിക്കുകയാണ്. വലിയ പോളറൈസേഷൻ, ഓപ്പോസിഷൻകാരെ അത് പറഞ്ഞും ഇത് പറഞ്ഞും CBI കൊണ്ടും ഒക്കെ ശല്യപ്പെടുത്തി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും തന്ത്രങ്ങളും എല്ലാം പ്രയോഗിച്ച് വല്ലാത്തൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം അവിടെയാണ് വേണ്ടത്. ഇപ്പോൾ ഇന്ന് ഇത് തന്നെയും ഈ രാജ്നാഥ് സിംഗ് വിളിച്ച ഈ ഓൾ പാർട്ടി കോൺഫറൻസ് എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ നരേന്ദ്രമോദി വിളിക്കേണ്ടതായിരുന്നു. അതെ, നിശ്ചയമായും.
അദ്ദേഹമാണ് അങ്ങനെ ഒരു അഭിപ്രായം ആ സർവകക്ഷി യോഗത്തിൽ തന്നെ വന്നു എന്നാണ് ഒരു വാർത്ത ആദ്യം വന്നത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹമായിരിക്കും ഇത് പ്രിസൈഡ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇത്. അദ്ദേഹം ഡൽഹിയിൽ തങ്ങി ഇതിന് നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു. അദ്ദേഹം വരുന്നിരുന്നുവെങ്കിൽ തലപ്പത്തിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാർ വന്നിരുന്നേനെ. അതുമാത്രമല്ല, ഇന്നത്തെ കോൺഫറൻസ് നമ്മൾ എടുക്കുമ്പോൾ തന്നെയും അതിലെന്താണ് ശ്രമിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അവിടെ എടുത്തിരിക്കുന്ന നടപടികൾ എന്താണെന്നുള്ളത് വിശദീകരിച്ചിരിക്കുന്നു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രതിപക്ഷ കക്ഷികളെ ധരിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു. അതല്ല ഇവിടെ ആവശ്യം. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാശ്മീർ പ്രശ്നത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് വളരെ വളരെ ഒരു ട്രാജിക് സിറ്റുവേഷൻ അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ അവകാശങ്ങൾ നമ്മളുടെ ഭാഗമാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിരുന്നാലും നോക്കൂ, ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് വരുമ്പോൾ 2% കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അത് എത്ര ആഴത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ഏലിയനേഷൻ അവിടെ വന്നു ചേർന്നിരിക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇന്നത്തെ ഇൻസർജൻസി അതിലൊരു ലോക്കൽ കണ്ടന്റ് വളരെയധികം വന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നടക്കുന്നത് ഒരു ഇന്ത്യക്കാരുടെ തന്നെ ഒരു ഇൻസർജൻസിയാണ് ആയിട്ട് മാറുകയാണത്, ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ഈ എല്ലാ കക്ഷികളെയും ആയിട്ട് സംസാരിച്ചിട്ട് ഒരു കോൺസെൻസസ് ഉണ്ടാക്കിയിട്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള ഒരു സമീപനം, അതിന് പ്രതിപക്ഷ കക്ഷികളെയും കൂടെ ഉൾപ്പെടുത്തണം. അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഇടതുപക്ഷ പാർട്ടികൾ ഇത് പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതൊക്കെ. ആ ഒരു സമീപനം അല്ലാതെ ഒരു മാർഗവുമില്ല. അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ശ്രീ മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് അദ്ദേഹം വളരെയധികം ഇത് ശ്രമിച്ചു ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനായിട്ട്. കാശ്മീർ പ്രശ്നത്തിന് ഏതാണ്ട് ഒരു 85-90% എൻ്റെ വിലയിരുത്തലിൽ അദ്ദേഹം അത് പരിഹരിക്കും എന്നുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് എല്ലാം താറുമാറായത്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗം കലുഷമായി, ഇവിടുത്തെ രാഷ്ട്രീയ രംഗം കലുഷമായി, എല്ലാം ഡീപ് ഫ്രീസറിൽ വെച്ചു. പക്ഷേ അത്തരത്തിൽ അന്ന് മുന്നോട്ട് പോകുന്ന കണക്കുള്ള ഒരു സമീപനം പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ ഈ സെൻജിയാങ് എന്നോ ടീനമെൻ സ്ക്വയർ എന്നോ ഒന്നും പറയുന്നത് ശരിയല്ല. ഇതൊരു ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ടാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നും ആ ഫയൽ അവിടെ കിടക്കുന്നുണ്ട്. അത് ആരും മുന്നോട്ട് കൊണ്ടുവരാത്തത് ഇന്ത്യയോട് നല്ല ബന്ധവും ഇന്ത്യയുമായിട്ട് നല്ല രീതിയിൽ പെരുമാറണമെന്നുള്ളതുകൊണ്ട് മാത്രം ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു അന്താരാഷ്ട്ര വിഷയമാണ്. നമ്മൾ തന്നെ പറയുന്നു അന്താരാഷ്ട്ര വിഷയമാണ് എന്ന് വെച്ചിരുന്നാൽ നമ്മൾ പറയുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള കാശ്മീരും നമ്മളതാണെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് മറ്റുള്ള ഇത്തരത്തിലുള്ള ഈ ചെച്ചനിയെ പോലെയോ സിൻജിയാങ്ങിനെ പോലെയോ ഉള്ള ഒരു സ്ഥിതിവിശേഷം അല്ല കാശ്മീരിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പാകിസ്ഥാനുമായിട്ടുള്ള ട്രാക്ക് ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ അതിൽ നിന്നും ഈ പൊളിറ്റിക്കൽ പ്രോസസ് വാലിയിൽ ഉണ്ടാക്കുന്നതുമായിട്ട് ഒരു സൈനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന്റെ തുടക്കം ഉള്ളത് ഇതാണ്, ഒരു നാഷണൽ കോൺസെൻസസ് ആണ്. സെക്യൂരിറ്റി പോളിസി അല്ല, ഒരു കാശ്മീർ പോളിസിയാണ് നമുക്ക് വേണ്ടത്. ശ്രീ സന്ദീപ്, അത് വളരെ ഗൗരവമായി തന്നെ ഒരുപക്ഷെ സന്ദീപും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്, അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന രാജ്യത്ത് വന്നിട്ട് ഒരു കോൺസെൻസസിലേക്ക് പ്രതിപക്ഷത്തെയും കൂടി കൂട്ടിച്ചേർത്ത് പോകാൻ ഒരു ഭരണകക്ഷിക്ക്, പ്രത്യേകിച്ച് ഇത്തരത്തിൽ പാകിസ്ഥാനെ ഈ രീതിയിൽ കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആകുമോ എന്നതാണ് സംശയം. കാശ്മീരിൽ പക്ഷേ അങ്ങനെയല്ല കാണേണ്ടതെന്നും കോൺസെൻസസിലൂടെ കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 4-5 വർഷമായി നടക്കേണ്ടിയിരുന്നതെന്നും അവിടുത്തെ ലോക്കൽ ആളുകളെ പോലും വിശ്വാസത്തിലെടുക്കാതെ അവരെ കൂടുതൽ അകറ്റുന്ന സമീപനം ആണ് ഈ കാലയളവിൽ ഉണ്ടായത് എന്നുമുള്ള ഒരു ഘട്ടം ഉള്ളത്. ചർച്ച ചെയ്യാൻ പോലും തയ്യാറാണോ ഇപ്പോൾ? അല്ല, ഇതിലെനിക്ക് ആദ്യം പറയാനുള്ളത്, ഒന്ന്, ഇത് പിന്നെ ഇന്ത്യൻ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഇഷ്യൂ ആണെന്നാണ് ഇവിടെ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. ഇതൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ഇഷ്യൂ ഒന്നല്ല. ഇത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും അല്ലെങ്കിൽ ഇന്ന് ലോകത്തിലെല്ലാ സ്ഥലത്തും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനം, ഒരു ഇസ്ലാമിസ്റ്റ് ജിഹാദ്, ആ ജിഹാദിൻ്റെ ഭാഗമായിട്ടുള്ള ചില എലിമെൻറ്റ്സ് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റിയാലിറ്റി അംഗീകരിക്കാതെ ഒരിക്കലും നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല.
പിന്നെ പക്ഷേ ആ ലോകത്തിലെ നറേറ്റീവ് എല്ലാ സന്ദീപ് രാജ്യങ്ങളും പറയുമ്പോൾ അതൊരു അവരവരുടെ, പഴഞ്ചൻ നറേറ്റീവ് ആണ്, sovereignty, അതൊക്കെ കാലം integrity. മറികടന്നു എന്നാണ് ശ്രീ ബാസുരേന്ദ്ര ബാബു ഒക്കെ കരുതുന്നത്. ഒരു പരിധിവരെ അത് ശരിയുമല്ലേ? അല്ല, ലോകത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് നറേറ്റീവ് മറ്റേ പഴഞ്ചൻ നറേറ്റീവായിട്ട് മാറില്ലല്ലോ. ഇപ്പൊ അടുത്ത ദിവസങ്ങളിലാണ്, അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സൗദി അറേബ്യ ഖത്തറുമായിട്ടുള്ള പിന്നെ സൗദി അറേബ്യയും UAEയും ഖത്തറുമായിട്ടുള്ള പിന്നെ ബന്ധം വിച്ഛേദിച്ചത്, ആ രാജ്യത്തിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തിയത്. അത് ആ രാജ്യം പിന്നെ തീവ്രവാദം കയറ്റി അയക്കുന്നു എന്നുള്ളതിന്റെ പേരിലായിരുന്നു. അത് പാനലിലിരിക്കുന്ന ആളുകൾ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർ പിന്നെ ഓഫ് കോഴ്സ് സെലക്റ്റീവ് അംനേഷ്യ ആയിരിക്കും. അത് ഞാൻ വിട്ടുകളയുന്നു. അതേപോലെ തന്നെ ഇറാഖിലായാലും ഈ പിന്നെ ബോംബ് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇറാനിൽ പിന്നെ ബോംബ് സ്ഫോടനം നടന്നത്. 27 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ആ അക്രമികളും പിന്നെ വന്നത് പാകിസ്ഥാനിൽ നിന്നാണെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയും കാർ ബോംബ് സ്ഫോടനമായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജിഹാദിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇത്തരത്തിലുള്ള സമാനമായ സൗദി ആക്രമണങ്ങൾ ഭാരതം എത്രയോ മുൻപ് കണ്ടതും അത് മറികടന്നുള്ള പുതിയ കാലഘട്ടത്തിലേക്ക് പോയതുമാണല്ലോ. ഇവിടെ അതിനൊക്കെ പാകിസ്ഥാനാണ് ഉത്തരവാദി എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ചർച്ച ചെയ്യാനും അവരുമായി ഒരു പൊളിറ്റിക്കൽ ട്രാക്കിലൂടെ എൻഗേജ്മെന്റ് തുടർന്നുകൊണ്ട് തന്നെ പുതിയ തലത്തിലേക്ക് നമ്മൾ എത്താനും പഠിച്ചതാണ്, പ്രവർത്തിച്ചതാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പൊ ഇറാനെ കുറിച്ച് പറയുന്നത്, സൗദി അറേബ്യയെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കടന്നു വന്ന വഴികളിൽ വീണ്ടും ചെന്നെത്തി നിന്ന് ആ നറേറ്റീവ് പറയുമ്പോഴാണ് ചർച്ച ഇങ്ങനെ പോകേണ്ടി വരുന്നത്. ശ്രീ സന്ദീപ്. ശ്രീ ലാൽ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ തൊട്ടടുത്ത് കിടക്കുന്ന ഖത്തറിനോട് എങ്ങനെയാണ് പെരുമാറിയത് നിങ്ങൾ വിലയിരുത്തണം. ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിന്റെ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് ആ രാജ്യത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലെഫ്റ്റ് നറേറ്റീവ് ഉണ്ടാവും. നിങ്ങൾ പിന്നെ ഇസ്ലാമിക തീവ്രവാദത്തെ തഴുകി വളർത്തിയ ലെഫ്റ്റ് നറേറ്റീവ്, ഇസ്ലാമിക തീവ്രവാദത്തോടൊപ്പം സഞ്ചരിക്കുന്ന തീവ്രവാദത്തെ എന്നും എടുത്ത് പറയരുത്. വലിയ പഴഞ്ചൻ ഇതിഹാസ കാലഘട്ടത്തിലെ നറേറ്റീവും ഉണ്ടാകുമെന്നും പറയേണ്ടി വരും. അവസാനത്തെ ഘട്ടമാണ്. എല്ലാ അതിഥികൾക്കും ഓരോ മിനിറ്റ് വീതം പരമാവധി. ദയവായി ആ സമയം പാലിക്കാൻ ശ്രമിക്കുമെന്ന് കരുതുന്നു. ശ്രീ MK ഭദ്രകുമാർ, അപ്പോൾ ഇനി വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും ഇനിയുള്ള നിമിഷങ്ങളിലോ ദിവസങ്ങളിലോ കൊണ്ടുവരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഈ കാര്യത്തിൽ പുൽവാമയിൽ ഈ നയത്തിന്റെ കാര്യം പിന്തുടർന്നതിലൊക്കെ ആരും തലയിൽ ഏറ്റുവാങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പറയുക, ഈ രീതിയിൽ പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്ത ചരിത്രമാണല്ലോ, അല്ലെങ്കിൽ ഈ ഓരോ നറേറ്റീവ് ഉള്ളവർ ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാകും, ഇസ്ലാമിക ഫണ്ടമെന്റലിസം, ടെററിസം, ജിഹാദി ഇതൊക്കെയാണല്ലോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നൊക്കെ പറഞ്ഞേക്കാം. അതാണോ കേൾക്കുന്നത്? ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അതിൽ കൂടുതലൊന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സംസാരിച്ച് വഷളായിട്ടൊരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞിട്ട് ഒരു കോൺഫ്ലിക്റ്റ് സിറ്റുവേഷനോ മറ്റോ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് അവോയ്ഡ് ചെയ്യണം. ഇപ്പോഴത്തെ നമ്മളെ സ്ഥിതിവിശേഷം ഇക്കോണമിയുടെ എടുക്കുകയാണെങ്കിൽ തന്നെയോ, എല്ലാ വിധത്തിലും നോക്കുമ്പോൾ കാശ്മീരിലെ ഗ്രൗണ്ട് റിയാലിറ്റീസ് എടുക്കുകയാണെങ്കിൽ തന്നെയോ ഒരു യുദ്ധം ഒരു പ്രകാരത്തിലും സാധ്യമല്ല. നമ്മൾക്ക് അതിലോട്ട് കടക്കരുത്. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ റെറ്റോറിക്കും ഗ്രാൻഡ് സ്റ്റാൻഡിങ്ങും ഒക്കെ നടത്തുന്നെങ്കിൽ അണികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലാതെ അത് രാജ്യ താല്പര്യത്തിന് ചേരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ചെയ്യേണ്ടത് ഇത് കുറച്ച് ശാന്തമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ ഒരു സമീപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ സന്ദീപ്, ആ രീതിയിൽ കാര്യങ്ങളെ കാണാൻ ഇപ്പോൾ തയ്യാറാകുമോ? അതോ ഈ റെട്ടോറിക്കുകൾ, കയ്യടി നേടൽ ഇതൊക്കെ വേണ്ടതാണ് ഈ ഘട്ടത്തിൽ, അല്ലാതെ ചോര തണുപ്പിക്കാൻ തയ്യാറല്ല എന്ന അതേ നിലപാടാണോ ഉണ്ടാകുക? അല്ല, എനിക്ക് ഈ ആർഗ്യുമെന്റിന്റെ
ഉദ്ദേശശുദ്ധി തന്നെ മനസ്സിലാവുന്നില്ല. ഒരു രാജ്യത്ത് ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് ജനങ്ങളുടെ വികാരം പ്രതിഫലിക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കരുതെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം പിന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ ശക്തമായിട്ട് അപലപിക്കുകയും അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കേണ്ടത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അത് ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം, അത് എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അതിനോട് എന്ത് പ്രതികരിക്കണം, അതെല്ലാം ഒന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇപ്പൊ തന്നെ ചെയ്യണോ അതോ പിന്നീട് ചെയ്യണോ എന്നുള്ളത് സമയത്തിന്റെ പരിമിതിയോട് ഇടപെടാൻ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, അവസാനമായി താങ്കൾ മറുപടി പറയുകയാണെങ്കിൽ ഇവിടെ ഒന്നും പ്രതികരിക്കരുത് എന്നല്ല, പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പത്താൻകോട്ടും ഉറിയും സമാനമായ കാര്യങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചവരാണ് എങ്കിൽ, അതിനൊരു ശാശ്വത നടപടിയിലേക്ക് പോയി നയം തിരുത്തിയവരാണെങ്കിൽ ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കേണ്ടല്ലോ. അങ്ങനെ ആണോ കരുതേണ്ടത്? അല്ല, അതിനകത്ത് എനിക്ക് ശ്രീ സന്ദീപിനെ ഒരിക്കൽ കൂടി തിരുത്തേണ്ടി വരുന്നു. ദുഃഖകരമായ ഒരു കാര്യം എനിക്ക് പറയേണ്ടി വരുന്നത്, സന്ദീപ്, താങ്കൾ വിചാരിക്കുന്നത് മാതിരി ഇസ്ലാമിക തീവ്രവാദം ഒരു പഴയ സംഭവമല്ല, 80കൾക്ക് ശേഷം രൂപം കൊണ്ടതാണ്. അതിനു മുമ്പ് അതില്ല. കാശ്മീർ പ്രശ്നം അതല്ല. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് മാതിരി ഈ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യാനന്തര പ്രശ്നം അത് തന്നെയാണ്. ആ അർത്ഥത്തിലുള്ള ഒരു യാഥാർത്ഥ്യം താങ്കൾ കാണണം. അല്ലെങ്കിൽ ലളിതമായി ഒരു വോട്ടടിക്കൽ തന്ത്രമായിട്ട് അതങ്ങ് മാറും. അങ്ങനെ പരിഗണിച്ചാൽ പോരാ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം, സൗദി അറേബ്യയെ താങ്കൾ പറഞ്ഞത് സൗദി അറേബ്യൻ സർക്കാർ തന്നെ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിലെ പ്രശ്നമാണ് താങ്കൾ തെറ്റായി സൂചിപ്പിച്ചത്. സത്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് സൗദി അറേബ്യക്കാരനായ ബിൻ ലാദൻ തുടങ്ങി വെച്ചതും അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് സജീവമായി രൂപപ്പെടുത്തിയെടുത്തതാണ് ഇസ്ലാമിക് ഈ തീവ്രവാദം. ആ തീവ്രവാദം അദ്ദേഹത്തിന്റെ മരണത്തോടെ തീർന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ താലിബാനുമായി ചർച്ച ചെയ്യുകയാണ്. എന്തായാലും ചർച്ചയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇടപെടുകയാണ്. പുൽവാമ ഇനിയും ചർച്ച ചെയ്യപ്പെടും വരും ദിവസങ്ങളിലും. പക്ഷെ അപ്പോഴും ഈ കാര്യത്തിൽ ഇനിയും ചർച്ചയാണോ വേണ്ടത് പാകിസ്ഥാനുമായി, അവിടെ തിരിച്ചടിയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് ചോര തിളപ്പിക്കുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കഴിഞ്ഞ സമയങ്ങളൊക്കെ കളഞ്ഞിട്ടും വേണ്ട നയം എടുക്കാതിരുന്നവർക്ക് രാജ്യത്തിൻ്റെ പൊലിഞ്ഞ ജീവന് പകരം കൊടുക്കാനാകാതെ അവർ ജനങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടുമ്പോൾ വീണ്ടും തിരിച്ചടി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരുമോ? വരും ദിവസങ്ങളിൽ ഇത് തന്നെയാണ് അന്വേഷിക്കേണ്ടി വരിക. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ എം കെ ഭദ്രകുമാർ, ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ശ്രീ സന്ദീപ്. ന്യൂസ് അവസാനിക്കും.